ഇന്ന് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും എന്നാൽ പലപ്പോഴും മിസ്ഡയഗ്നോസ്ഡ് ആൻഡ് മിസ്അണ്ടർസ്റ്റുഡ് ആയ ഒരു അവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, എൻഡോമെട്രിയോസിസ്. ഈ കണ്ടീഷനിൽ ഗർഭാശയത്തിനുള്ളിൽ ഉണ്ടാകുന്ന കോശങ്ങൾ ഗർഭാശയത്തിന് പുറത്തേക്ക് വളരുന്നു. ഇത് ഇന്റർമീഡിയൻ്റ് ആയിട്ടുള്ള ഇന്റേണൽ ബ്ലീഡിങ്, ഇൻഫെക്ഷൻസും ഒപ്പം ഗുരുതരമായിട്ടുള്ള വേദനയും ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ചിലപ്പോഴൊക്കെ ഗർഭധാരണ പ്രശ്നങ്ങൾക്കും വരെ ഈ ഒരു എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കാരണമാകാറുണ്ട്. പീരീഡ്സ് ആകുമ്പോൾ ഓവറായിട്ടുള്ള ബ്ലീഡിങ്, ക്ലോട്ടിങ്ങോട് കൂടിയിട്ടുള്ള രക്തം വരിക, അതോടുകൂടെ അസഹനീയമായ വേദന എല്ലാം ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് അൾട്രാസൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻഡോമെട്രിയൽ തിക്നെസ് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. കൂടാതെ എന്തെങ്കിലും മാലിഗ്നൻസി കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ളതിന് വേണ്ടിയിട്ട് റോൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റാണ് CA-125. ട്രീറ്റ്മെന്റ് പാർട്ടിലേക്ക് വരുമ്പോൾ ഡയലറ്റേഷൻ ആൻഡ് ക്യൂറേറ്റേജ് DNC എന്ന പ്രക്രിയയാണ് പലപ്പോഴും നിർദ്ദേശിക്കപ്പെടാറുള്ളത്. എന്നാൽ കൃത്യമായിട്ട് കേസ് എടുത്ത് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, അതായത് ഒരു 2-3 മാസ കാലയളവിനുള്ളിൽ തന്നെ നമുക്ക് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന അസുഖത്തെ ഒരു പരിധിവരെ നമ്മുടെ മെഡിസിൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. പലപ്പോഴും രോഗികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് ആയിരിക്കും. അത് ചിലവർക്ക് ഒരു പീരീഡ്സ് ആയിട്ട് അടുത്ത മെൻസ്ട്രൽ സൈക്കിൾ വരെ നീണ്ടു നിൽക്കുന്നതും, ഇല്ലെങ്കിൽ ചിലർക്ക് കൂടുതൽ ദിവസങ്ങൾ നിൽക്കുന്നത്, ഒരുപാട് പാഡ് മാറ്റേണ്ട ഒരു അവസ്ഥയിലുള്ള ഹെവി ഫ്ലോ ആയിട്ട് വരിക, ഒരുപാട് ക്ലോട്ടഡ് ബ്ലീഡിംഗ് വരിക, ഒരുപാട് കട്ട പിടിച്ചിട്ട് ബ്ലഡ് പോവുക, അസഹനീയമായിട്ടുള്ള വേദന അനുഭവപ്പെടുക എന്നീ ലക്ഷണങ്ങളൊക്കെ ആയിട്ടാണ് രോഗികൾ നമ്മൾ അപ്രോച്ച് ചെയ്യാറുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇനിഷ്യലി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് രോഗം ഡയഗ്നോസ് ചെയ്യണം. അതായത് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ മറ്റു പല അസുഖങ്ങൾക്കും കാണിക്കാറുള്ളത് കൊണ്ട് തന്നെ ഇത് എൻഡോമെട്രിയോസിസ് തന്നെയാണോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു അൾട്രാസൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ അൾട്രാസൗണ്ട് എടുത്ത് ഇത് എത്ര തിക്നെസ് ഉണ്ട് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യണം. അതായത് റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് നമ്മളൊരു 2-3 മാസം മെഡിസിൻസ് കൊടുത്തതിന് ശേഷം അത് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് തിക്നെസ് ഉള്ള കേസുകളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഒരു CA-125 എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കി വേറെ മാലിഗ്നൻസി കണ്ടീഷൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കൃത്യമായിട്ട് ചികിത്സ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് പോലെ ഒരു കറക്റ്റ് വരുന്ന ടൈമിലുള്ള ഒരു അൾട്രാസൗണ്ട് റിസൾട്ടും ഒരു 3 മാസം കഴിയുമ്പോൾ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് ഇതിൽ എന്തോരം വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് പൂർണ്ണമായിട്ടും ഇത് മാറ്റിയെടുക്കാൻ കഴിയാറുണ്ട്. ചില കേസുകളിൽ ഒരു 3 മാസത്തിൽ തന്നെ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ തിക്നെസ് ഉള്ള കേസുകളിൽ വരെ നമുക്കൊരു 3 മന്ത്സിലെല്ലാം ഇത് നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയാറുണ്ട്. എന്നാൽ ചില കേസുകളിൽ കണ്ടീഷൻസ് എല്ലാം അനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു 3 മന്ത്സ് കഴിഞ്ഞ് നോക്കുമ്പോൾ ആദ്യത്തേതിൽ നിന്ന് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും, അവരുടെ ലക്ഷണങ്ങൾ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാവും, എങ്കിലും നോർമൽ കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മളൊരു 3 മന്ത്സ് കൂടി ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് നോർമലായിട്ട് കാണാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രോഗി നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് പലപ്പോഴും ബ്ലീഡിങ്ങോ വേദനയോ ഇല്ലെങ്കിൽ അവർക്ക് അസഹനീയമായിട്ടുള്ള പല സിംറ്റംസും വെച്ചിട്ടായിരിക്കും. നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു ബ്ലീഡിങ്ങോ ഈ പറഞ്ഞ വേദനയോ കാര്യങ്ങളോ നമുക്ക് മെഡിസിനിൽ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലോ, അല്ലെങ്കിൽ ഒരു CA-125 പോലുള്ള CA മാർക്കേഴ്സ് നോക്കുമ്പോൾ, അതായത് മാലിഗ്നൻസി പോലുള്ള എന്തെങ്കിലും വേറെ കണ്ടീഷൻസിലേക്ക് ഓൾറെഡി പോയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് ഓൾറെഡി അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടീഷൻസിലേക്ക് എലിവേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒരു അലർട്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ പറഞ്ഞ ടിഷ്യൂസ് അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടത് അനിവാര്യമായിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് പലപ്പോഴും DNC റെഫർ ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ ഒരു പരിധിവരെ ഒരു 90% കേസുകളിലും നമുക്ക് ഈ പറഞ്ഞ പോലെ സിംറ്റംസ് ഇനിഷ്യൽ ട്രീറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് അണ്ടർ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ, അതായത് ഈ ബ്ലീഡിംഗ് ആണ് പ്രൊഫ്യൂസ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മളൊരു ഇനിഷ്യൽ സ്റ്റേജിൽ മെഡിസിൻസ് ചെന്ന് രോഗിക്ക് ആ സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഹീമോഗ്ലോബിൻ താഴേക്ക് പോകാം. അങ്ങനെ അവർക്ക് അതുകൊണ്ടുണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകളിലേക്കെല്ലാം അവരെ ലീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് DNC ചെയ്ത് തൽക്കാലം ഇത് കൺട്രോൾ ചെയ്തിട്ട് പിന്നീട് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ സിംറ്റംസ് അണ്ടർ കൺട്രോളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഓരോ അൾട്രാസൗണ്ടിലും കൃത്യമായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നോക്കി ഈ പറഞ്ഞ പോലെ ഓരോ റിസൾട്ടിലും കൃത്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. Velith Homeopathy, on a mission to cure.